നോക്കൂ, ഇതൊരു ചരിത്രമാണ്. ഹൃദയം കൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവർ രചിച്ച മനോഹരമായ ഒരു ചരിത്രം. ലോക ക്രിക്കറ്റിനെ ഭരിക്കാൻ പോകുന്ന ഒരു ടീമിൻ്റെ നേലാട്ടം ഇന്ന് നമുക്ക് അവരിൽ കാണാൻ കഴിയും. തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രാദേശിക പ്രതിസന്ധിയിൽ ഒട്ടും തന്നെ തളരാതെ കഠിനാധ്വാനത്തിലൂടെ അവർ ലോക ക്രിക്കറ്റിലെ വമ്പന്മാരെ ഓരോന്നും കീഴടക്കി. ലോക ക്രിക്കറ്റ് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സ്വയം അഭിപ്രായപ്പെടുന്ന കങ്കാരു പടയെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, കേവലം അഫ്ഗാനിസ്ഥാൻ എന്ന ക്രിക്കറ്റ് ടീം മാത്രമല്ല വിജയിച്ചിരിക്കുന്നത്, മറിച്ച് ക്രിക്കറ്റ് എന്ന മനോഹര ഗെയിമും അതിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആരാധകർ കൂടിയാണ്. ലോക ക്രിക്കറ്റിനെ ദിനം പ്രതി അഫ്ഗാനിസ്ഥാൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധകരെ അവർ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയില്ല. കളം നിറഞ്ഞ് കളിച്ചു. പിന്നെ അങ്ങോട്ട് വിജയാരവങ്ങളുടെ സമയമായിരുന്നു. ഇന്ന് ലോക ക്രിക്കറ്റിലെ വമ്പന്മാരായ ന്യൂസിലാൻഡിനെയും ഓസ്ട്രേലിയയും അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ മുമ്പ് ഇംഗ്ലണ്ടിനെയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ശ്രീലങ്കയെയും അഫ്ഗാന്റെ മുന്നിൽ മുട്ടുമടക്കിയവർ. ഈ അഭിമാന വിജയങ്ങളിലും കയ്യടികളിലും അവർ വെറുതെ കയറി വന്നവരല്ല, മറിച്ച് വർഷങ്ങളായി അഫ്ഗാൻ ക്രിക്കറ്റിലെ ഓരോ പോരാളികളുടെയും മനസ്സിൽ കനലായി അത് രാഗി രാഗി മിനുക്കി ആളിപ്പടർത്തി തന്നെയാണ് അവർ കടന്നു വന്നത്. അഫ്ഗാനികൾക്ക് ഒരു സവിശേഷതയുണ്ട്. തങ്ങൾ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് അമിതമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും, ആര് തടസ്സം നിന്നാൽ. യെസ്, ദേ മേഡ് ഹിസ്റ്ററി ടുഡേ. വെൽക്കം ടു പ്രോ മലയാളി. ആഭ്യന്തര കലാപങ്ങളുടെ നടുക്ക് നിന്നായിരുന്നു അവർ ലോകത്തിന്റെ മുന്നിൽ ക്രിക്കറ്റ് കുപ്പായം അണിഞ്ഞെത്തുന്നത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന് ക്രിക്കറ്റ് ഒരു കായിക വിനോദം മാത്രമായിരുന്നില്ല, മറിച്ച് പോരാട്ടത്തിന്റെ അതിജീവനത്തിന്റെ കൂടിയായിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ ഇടനെഞ്ചിൽ ചേർത്ത് വെച്ച് അഭിമാന പോരാട്ടത്തിന്റെ കളിക്കളങ്ങളിലേക്ക് എത്തിയവരാണ് അഫ്ഗാൻ ക്രിക്കറ്റർമാർ. ഒരു കാലത്ത് അഭയാർത്ഥികളായിരുന്ന അവർ പാകിസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നഗ്നപാതരായി ടെന്നീസ് ക്രിക്കറ്റ് കളിച്ചു വളർന്നു. ക്രിക്കറ്റ് പിച്ച് എന്തെന്ന് പോലും അറിയാത്ത അഫ്ഗാനികളായിരുന്നു. ക്രിക്കറ്റ് കിറ്റിനെ കുറിച്ച് ഏതൊരു അറിവും അവർക്കില്ലായിരുന്നു. പ്രോ ടാലന്റും ചങ്കുറപ്പും മനോധൈര്യവും മാത്രമായിരുന്നു അവരുടെ ആകെ മൂല്യധനം. ക്രിക്കറ്റിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഏത് രീതിയിലും നിസ്വാർത്ഥമായ കഠിനാധ്വാനവും ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. 2010 വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന T20 വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത്. കേവലം 16 വർഷങ്ങൾ കൊണ്ട് അവർ ഒരു സെമി ഫൈനൽ ബർത്ത് കരസ്ഥമാക്കിയിരിക്കുന്നു. സമാനതകളില്ലാത്ത വളർച്ച. ക്രിക്കറ്റ് പാരമ്പര്യമുള്ള രാജ്യങ്ങളിൽ ഇന്ന് അഫ്ഗാൻ താരങ്ങൾക്ക് ആരാധകർ അധികരിച്ചിരിക്കുന്നു. കളിക്കളത്തിലെ മാന്യതയുടെ ഗെയിമാണ് ക്രിക്കറ്റ് എന്ന് നിരന്തരം അവർ കളിശൈലിയിലൂടെ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. റാഷിദ് ഖാനും നബിയും ഫാറൂഖിയും ഒക്കെ ഇന്ന് ക്രിക്കറ്റ് ലോകത്തിന്റെ ഫേവറേറ്റുകളായി മാറിയിരിക്കുന്നു. ആരോടും അവർ പൊരുതും. എതിരാളികളിൽ വലുതോ ചെറുതോ എന്ന വ്യത്യാസം അവർക്കില്ല. ക്രിക്കറ്റ് കണ്ടുപിടിക്കുകയും കോച്ചിങ് മാനുവൽ രചിച്ച ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ രാജാക്കന്മാരെന്ന അഹങ്കാരത്തോടെ വാഴ്ത്തിപ്പാടുന്ന ഓസ്ട്രേലിയയെ കങ്കാരു പടയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അവർ ഇത് ആഘോഷിക്കാതിരിക്കുക? മത്സരശേഷം അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ വരികയുണ്ടായി. ജൂൺ 25 എങ്ങനെയാണ് കായിക പ്രേമികൾക്ക് മറക്കാൻ കഴിയുക? 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോക ക്രിക്കറ്റിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ആ ദിവസം. കപിലിന്റെ ചെകുത്താന്മാർ ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പ് എത്തിച്ച അതേ ദിവസം. കാലത്തിന്റെ കാവ്യനീതിയാകണം മറ്റൊരു ജൂൺ 25 2020 വേൾഡ് കപ്പിൽ ലോകകപ്പിൽ ലോക ക്രിക്കറ്റിന്റെ കയ്യടി വാങ്ങി അഫ്ഗാൻ മുന്നേറുകയാണ്. ആരെയും പരാജയപ്പെടുത്തുന്ന ശക്തികളായി അവർ മാറിക്കഴിഞ്ഞു. അവരുടെ വിജയങ്ങൾ കേവലം അട്ടിമറികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിന് ഇനി അർത്ഥമില്ല. ലോക ക്രിക്കറ്റിന്റെ രാജാക്കന്മാരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി തന്നെയാണ് അവർ സെമി ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. സെമിയിൽ സൗത്ത് ആഫ്രിക്കയെയും പരാജയപ്പെടുത്തി സ്വപ്ന ഫൈനലിലേക്കുള്ള കുതിപ്പും കാത്തിരിക്കുകയാണ് ലോക ക്രിക്കറ്റ് ആരാധകർ. മത്സരഫലം ഏതുമാകട്ടെ, ആരാധകരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഈ യാത്ര ചരിത്രത്തിലേക്കാണ്.